നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം രമ്യ ഗിരിജ, സർട്ടിഫൈഡ് കരിയർ കോച്ചും കോമ്പറ്റേറ്റീവ് എക്സാം ട്രെയിനറുമാണ്. ഈ അടുത്തിടെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഒരു ഫാമിലി കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി കുറേ പടങ്ങൾ വരയ്ക്കുന്നുണ്ട്, കളർ ചെയ്യുന്നുണ്ട്. അപ്പം ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഞാൻ ആ കുഞ്ഞിനോട് ചോദിച്ചു, എന്താവാനാണ് ആഗ്രഹം എന്ന്. അപ്പോൾ ആ കുഞ്ഞ് ഒന്നും ആലോചിക്കാതെ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് കാർ ഡിസൈനർ ആവണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന്. എന്നിട്ടൊക്കെ വരച്ച കുറേ പടങ്ങളും ഒക്കെ എന്നെ കാണിച്ചു തന്നു. ചിറകുകളുള്ള കാറുകൾ പല ഷേപ്പിലും പല രീതിയിലും, അതിൻ്റെ ഡോറൊക്കെ വളരെ നല്ല ഭംഗിയായിട്ട് വരച്ച് വെച്ചിരിക്കുന്നു. സോ ആ കുട്ടിയുടെ പാഷൻ കാർ ഡിസൈനർ എന്നുള്ളൊരു ഇതിലാണ്. പക്ഷേ വളർന്നു വരുമ്പോൾ ഒരു പക്ഷേ ഈ കാർ ഡിസൈനിങ് എന്ന് പറയുന്നൊരു പാഷൻ ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടു പോകാം. പിന്നെ കുട്ടികൾ പറയുന്നതെല്ലാം ശരിയായിക്കൊള്ളണം എന്നില്ല, അവരുടെ പാഷൻ ആയിക്കൊള്ളണം എന്നില്ല. ഔട്ട് ഓഫ് ഫാൻറ്റസിയും കുട്ടികൾ പറയാറുണ്ട്. പക്ഷേ ചില ആൾക്കാർ ഈ കുഞ്ഞിലേ പറയുന്ന കാര്യങ്ങൾ വളർന്നു കഴിഞ്ഞാലും അവരുടെ മനസ്സിൽ അതൊരു ആഗ്രഹമായി നിലനിൽക്കാറുണ്ട്. സോ അപ്പോൾ അവരുടെ പാരൻസുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർ എന്നോട് പറഞ്ഞത്, കുട്ടി വളർന്ന് വലുതാവുമ്പോൾ എൻജിനീയറിങ്ങിന് വിടണം എന്നുള്ള രീതിക്കാണ് ആ ഒരു കോൺവെർസേഷൻ പോയത്. ഒരു കുട്ടി നിങ്ങളോട് കാർ ഡിസൈനർ ആവണം, അല്ലെങ്കിൽ ബൈക്ക് ഡിസൈൻ ചെയ്യുന്ന വ്യക്തിയാവണം, ഹെലികോപ്റ്റർ ഡിസൈൻ ചെയ്യുന്ന ആളാവണം, ഇങ്ങനെയുള്ള ഡിസൈനിങ് ഫീൽഡിലേക്ക് പോകാൻ താല്പര്യമാണ് എന്ന് പ്രകടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് സജസ്റ്റ് ചെയ്യേണ്ടത്, ആ കുട്ടി വളർന്ന് വലുതാവുമ്പോൾ 10th കഴിഞ്ഞു, +2 കഴിഞ്ഞു, അവരത് കഴിഞ്ഞെടുത്ത് പഠിക്കേണ്ട കോഴ്സ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഡിസൈനാണ്. പല ആൾക്കാർക്കും ഈ ഒരു കോഴ്സിനെ കുറിച്ച് വലിയ അവയർനെസ് ഇല്ല. പലരും ഇപ്പോഴും ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ തന്നെ വളരെ ടോപ്പ് യൂണിവേഴ്സിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സാണ് ഇൻഡസ്ട്രിയൽ ഡിസൈനിങ് എന്ന് പറയുന്നത്. BSc ഇൻഡസ്ട്രിയൽ ഡിസൈനിങ് ഉണ്ട്, ഡിസൈൻ ID എന്ന് പറയുന്ന കോഴ്സും ഉണ്ട്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ ഡിസൈൻ എന്ന് പറയുന്ന കോഴ്സ് ഒരു പ്രൊഫഷണലി ഒരു പ്രോഡക്റ്റ് എങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നു എന്നാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഏത് പ്രോഡക്റ്റോ ആവാം, അത് ഇനി കാറാവാം, ബൈക്കാകാം, ഇനി ഒരു ബോട്ടിലാകാം, ഒരു മെഡിക്കൽ ഡിവൈസ് ആകാം, എന്തിലും ഡിസൈൻസ് ഉണ്ട്. നമ്മൾ കാണുന്ന ഏത് കാര്യങ്ങളിലും ഡിസൈൻ എന്ന് പറയുന്നൊരു സാധനമുണ്ട് അല്ലേ. പക്ഷേ ഡിസൈൻ എന്ന് കേൾക്കുമ്പോൾ ഭൂരിഭാഗം ആൾക്കാരുടെ മനസ്സിലും വരുന്നത് ഫാഷൻ ഡിസൈനിങ്, ജ്വല്ലറി ഡിസൈനിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. കാർ ഡിസൈനിങ് അല്ലെങ്കിൽ ഒരു ഓട്ടോമൊബൈൽ ഡിസൈനിങ്, ഇതൊക്കെ വളരെ ചുരുക്കം ആൾക്കാരുടെ മനസ്സിലേ വരികയുള്ളൂ. സോ ഇൻഡസ്ട്രിയൽ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റിനെ ഡിസൈൻ ചെയ്ത് മാർക്കറ്റിലേക്ക് ഇറക്കുക എന്നുള്ള ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഗ്രാജുവേഷനിൽ കുട്ടികൾ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക എന്നത് മാത്രമല്ല, എസ്തെറ്റിക്കലി പ്ലീസിങ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനും അത് മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു പ്രോഡക്റ്റാക്കി മാറ്റാനും ഒക്കെ ഉള്ള ഒരു കഴിവ് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഏത് ലെവലിലേക്ക് വേണമെങ്കിലും ഈ കോഴ്സ് കഴിഞ്ഞ് അവർക്ക് മാറി പോകാവുന്നതാണ്. ഏത് ലെവൽ എന്ന് പറഞ്ഞാൽ ഡിസൈനിങ്ങിൻ്റെ ഏത് ലെവൽ, അതായത് കാർ ഡിസൈനിങ് ആണെങ്കിൽ അങ്ങനെ, ഇപ്പോൾ ബൈക്കിൻ്റെ ഡിസൈനിങ് ആണെങ്കിൽ അങ്ങനെ, അല്ല ഒരു പ്രോഡക്റ്റ് ഡിസൈനിങ്ങിലാണെങ്കിൽ അങ്ങനെ. അപ്പം അത് ഹയർ സ്റ്റഡീസിലേക്ക് അവർക്ക് സ്പെഷ്യലൈസേഷൻ എടുത്ത് പോകാവുന്നതാണ്. അപ്പോൾ ഗ്രാജുവേഷനിൽ ഇൻഡസ്ട്രിയൽ ഡിസൈനിങ് എടുക്കാം, വീണ്ടും പോസ്റ്റ് ഗ്രാജുവേഷനിലും അവർക്ക് ഈ ഡിസൈൻ ഇൻ ഇൻഡസ്ട്രിയൽ ഡിസൈൻ അങ്ങനെയുള്ള കോഴ്സസ് എടുത്ത് പോകാവുന്നതാണ്. ഇനി അങ്ങനെ അല്ല, നമ്മൾ ഗ്രാജുവേഷൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് അങ്ങനൊരു ആഗ്രഹം വരുന്നത്, അങ്ങനെയുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കാണുന്നതെങ്കിൽ ഒരുപാട് ഷോർട്ട് ടേം കോഴ്സസും ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ ഡിസൈനിങ്ങിലുണ്ട്. അപ്പം അങ്ങനെയുള്ള കോഴ്സസും നമുക്ക് എടുത്ത് പഠിക്കാവുന്നതാണ്. ഇനി ഒരുപാട് വരുന്നൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഡസ്ട്രിയൽ ഡിസൈനിങ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ജോലി കിട്ടുന്നത്? ഈ ജോലി കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണല്ലോ. സോ ജോലി കിട്ടുക എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന എല്ലാ ഓട്ടോമൊബൈൽ കമ്പനീസ് ലൈക്ക് ടാറ്റ, മഹീന്ദ്ര, ഇവരൊക്കെ തന്നെ, ഇപ്പോൾ റോയൽ എൻഫീൽഡ്, ഇവിടെയൊക്കെ തന്നെ ഇൻഡസ്ട്രിയൽ ഡിസൈനിങ് പഠിച്ച ആൾക്കാർക്ക് ജോലി സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ഇപ്പം ആപ്പിൾ, സാംസങ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഇങ്ങനെയുള്ള കമ്പനീസും ഇൻഡസ്ട്രിയൽ ഡിസൈനേഴ്സിനെ എടുക്കുന്നുണ്ട്. സോ ഈ പറയുന്ന ഒരു താല്പര്യം ഏതെങ്കിലും കുട്ടി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റായിട്ട് നിങ്ങൾ ഡയറക്റ്റ് ചെയ്യുക. ആ കുട്ടിക്ക് സ്യൂട്ടബിൾ ആവുന്ന കോഴ്സ് ഇൻഡസ്ട്രിയൽ ഡിസൈനിങ് ആണ്.